ഇല്ലില്ല, നമ്മൾ സിനിമയായിട്ട് യാതൊരു ബന്ധമുള്ള ഒരാളല്ല, ബന്ധമുള്ളതാണ്. പക്ഷെ സിനിമ നമ്മുടെ പാഷനായിരുന്നു. പാഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് സിനിമ എന്ന് വെച്ചാൽ. ചെറുപ്പകാലത്തൊക്കെ ഒരു ദിവസം തിയേറ്ററിൽ പോയി 3 സിനിമയൊക്കെ കണ്ട ചരിത്രമുണ്ട്. അപ്പം അത്രയും ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ അലക്സ് പോളില്ലേ, പഴയ മ്യൂസിക് ഡയറക്ടർ എന്ന് വെച്ചാൽ ക്ലാസ്മേറ്റ്സ് ഒക്കെ ചെയ്യണം. അദ്ദേഹമാണ് നമുക്ക് മ്യൂസിക് ചെയ്ത് തന്നെ. അദ്ദേഹം ഇന്ന് വരേണ്ടതായിരുന്നു, പക്ഷെ പുള്ളി ഇപ്പോൾ ഗോവയില വേറെ എന്തോ ഒരു വർക്കായിട്ട് പുള്ളി ഗോവയിൽ സ്ട്രക്കാണ്. അപ്പം അതുകൊണ്ടാണ് പുള്ളി എന്ന് പറയുന്നത്. പുള്ളിയുടെ ഒരു റീ എൻട്രിയാണ്. വഴിപോക്കൻ എന്ന് വെച്ചാൽ സാധാരണക്കാരൻ കാണുന്ന കാര്യം അവൻ പറയുന്നു. അവന് അതിനെക്കുറിച്ച് രാഷ്ട്രീയത്തിന്റെ അതിന്റെ ഉള്ളുകളിലെ കുറിച്ചൊന്നും അവൻ അറിയില്ല. പക്ഷെ അവന്റെ ആംഗിളിൽ അവൻ എന്ത് പറയുന്നു അത് അവൻ പറയുക എന്ന് വെച്ചാൽ എങ്ങനെ കളിച്ചാലും ഒരു കോടിയിൽ കുറഞ്ഞ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനിപ്പോ ഒരു ക്വാളിറ്റിയുള്ള കണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം മ്യൂസിക് വേണം, ക്യാമറയൊക്കെ നല്ലതായിരിക്കണം എന്ന് വെച്ചാൽ ഓഡിയൻസ് ആൾക്കാരെ കാണാൻ പറ്റുന്നത് നമ്മുടെ സിനിമയുടെ കൂടെ ക്വാളിറ്റിയും കൂടെ വേണം. നമ്മൾ കഥ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, കാണുന്നവനും ഒരു സുഖം വേണം. അവന് 150 രൂപ വെച്ച് എടുത്ത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുമ്പോഴത്തേക്ക് അവൻ ആ 150 രൂപ കൊടുത്തതിൻ്റെ ഒരു ഫലം അവന് ഇല്ലെങ്കിൽ അവൻ ഇറങ്ങിയിട്ട് നമ്മളെ ചീത്ത വിളിക്കും. പക്ഷേ ഈ നെഗറ്റീവ് ക്രിറ്റിസിസവും എല്ലാം നമ്മുടെ സിനിമ റിലീസായി കഴിയുമ്പോഴത്തേക്കും ഈ നെഗറ്റീവ് പറഞ്ഞവരെല്ലാം നമ്മുടെ സിനിമയുടെ കൂടെ നിൽക്കും, നമുക്ക് ഉറപ്പുണ്ട്. എന്ന് വെച്ചാൽ അതിന് പറ്റിയൊരു കണ്ടന്റ് ആ സിനിമയിലുണ്ട്. എന്ന് വെച്ചാൽ ഈ സിനിമ കണ്ട് ഇറങ്ങുന്നവന് ഒരു ദിവസം ഒരു അര ദിവസമെങ്കിലും നമ്മുടെ സിനിമ ഡിസ്റ്റർബ് ചെയ്യും ഏതെങ്കിലും രീതിയിൽ. ഓഗസ്റ്റ് 9 റിലീസാവുന്ന ഓർമ്മചിത്രം എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു. അപ്പോൾ താങ്കളൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഫ്രാൻസിസ്. ഞാനിവിടെ നമ്മുടെ എറണാകുളത്ത് തന്നെയുള്ള ആരക്കുളം എന്നുള്ള സ്ഥലത്താണ്. കുറേ നാളായിട്ടുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1-2 സുഹൃത്തുക്കളെല്ലാം ഇതുമായിട്ട് താല്പര്യമുള്ളവരെയൊക്കെ ഒത്തു കിട്ടി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇത് ചെയ്യുന്നത്. ആദ്യ സിനിമയാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ സിനിമയിലേക്ക് വന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കഥയും കാര്യങ്ങളുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 വർഷം ആയി. ഇല്ല, നമ്മൾ സിനിമയായിട്ട് യാതൊരു ബന്ധമുള്ള ഒരാളല്ല, ബന്ധമുള്ളതാണ്. പക്ഷെ സിനിമ നമ്മുടെ പാഷനായിരുന്നു. പാഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് സിനിമ എന്ന് വെച്ചാൽ. ചെറുപ്പകാലത്തൊക്കെ ഒരു ദിവസം തിയേറ്ററിൽ പോയി 3 സിനിമയൊക്കെ കണ്ട ചരിത്രമുണ്ട്. അപ്പം അത്രയും ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. അപ്പം അതുകൊണ്ട് ഒരു ആഗ്രഹം വരണമെന്ന് ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ അത് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടായി. അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യും. അതെ. എന്തുകൊണ്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സിനിമ നമുക്കൊരു ഐഡന്റിറ്റി വേണമല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മളായ ഒരു സിനിമ നമ്മളങ്ങനെ ഇതെല്ലാം ഞങ്ങൾ 1-2 പേര് കൂടി കൂട്ടായി എടുത്തൊരു കഥയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ സംവിധായകൻ ആരാന്ന് നമ്മളിപ്പോ വഴിപോക്കൻ എന്നാണ് സംവിധായകൻ വെച്ചേക്കുന്നത്. പ്രത്യേകത അങ്ങനെയാണ്. ലോകത്ത് അങ്ങനെ ഒരു ഇതില്ലാന്ന് തോന്നുന്നു. സംവിധായകൻ ആരാണെന്ന് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വെളിപ്പെടുത്താത്ത ഒരു അതെന്ന് വെച്ചാൽ ഈ സിനിമയുടെ കഥ ഏകദേശം ഒരു വെച്ചാൽ വഴിയിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരാളുടെ ഒരു ആംഗിളാണ് നമ്മളെ കഥ എന്ന് വെച്ചാൽ. സമാലിന്യ സംഭവങ്ങളെല്ലാം നമ്മൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ കഥയായിട്ടൊരു നീതി പുലർത്തുന്ന ഒരു പേരാണത് വഴിപോക്കാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ സിനിമ കണ്ടു കഴിയുമ്പോൾ കാണികൾക്ക് മനസ്സിലാവും, കാണികൾ 100% അത് അംഗീകരിക്കും ഇങ്ങനെ ഒരു പേര്. ഡയറക്ടറുടെ പേരിലേക്ക് ഒരുപാട് സിനിമകൾ നമ്മൾ ഡയറക്ടർ നോക്കിയിട്ട് സിനിമ കാണുന്ന ഒരു കാലമാണ്. ഉണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഡയറക്ടറാണ്. പുള്ളിക്ക് വലിയ പേരുകളോ കാര്യങ്ങളൊന്നും ഉള്ളതല്ല. പേര് വരാനും ആഗ്രഹിക്കുന്നു. ആളുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ പുള്ളിക്ക് ഇതിൽ വലിയ പേര്. അപ്പോൾ 1-2 പേരുണ്ട് ഇതിന്റെ പിന്നില്. അപ്പോൾ ഒരാളായിട്ടല്ല, 1-2 പേരുണ്ട്. അപ്പൊ അവർക്ക് ഇതിന് മുന്നിൽ വരുന്ന വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ പേരും പ്രശസ്തിയൊന്നുമില്ല. സിനിമ നല്ല രീതിയിൽ കൊണ്ടുപോകാവുന്നുള്ളൂ. ഒരു സാധാരണക്കാരൻ വിചാരിച്ചാലും ഒരു സിനിമ എടുക്കാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പൊ അത് നമ്മള് വഴിപോക്കെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രതിനിധി, അത്രേ ഉള്ളൂ. ഞാനിപ്പോ ഇതിന്റെ വാർത്ത ഒരു വഴിപോക്കനാണ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്റെ അടിയിൽ വരുന്ന കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഒരു പ്രൊമോഷൻ രീതിയാണോ, അല്ലെങ്കിൽ ഇനിയിപ്പോ പടം ഇറങ്ങി വിജയപരാജയങ്ങൾ വരുമ്പോ ഉള്ള ഒരു പ്രതിസന്ധി അതുകൊണ്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ ഈ പടത്തിന്റെ ആ കഥയും കഥാപാത്രങ്ങളുമായിട്ട് 100% നീതി പുലർത്താൻ വേണ്ടി അങ്ങനെ ചെയ്തേക്കണം. അല്ലാണ്ട് ഇപ്പോൾ ആരെങ്കിലും ഒരു പേര് പടം വിജയിക്കും പരാജയിക്കുന്നു അത് കാണികളാണ് തീരുമാനിക്കണം. പക്ഷേ നമ്മുടെ ഒരു സോളിഡ് പടമാണ്, പരാജയപ്പെടാനുള്ള സാധ്യത കുറവാണ്, വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഒരു സാധാരണക്കാരൻ വിചാരിച്ചാലും ഒരു നല്ല പടം സാധാരണക്കാരുടെ പേരിൽ അറിയപ്പെടാനാണ്. അതെ, ഒരു സാധാരണക്കാരൻ, ഒരു ഡയറക്ടറിന്റെ പേരിൽ അറിയപ്പെടാതെ ഒരു സാധാരണക്കാരൻ എന്നുവെച്ചാൽ ഒരു സാധാരണക്കാരന്റെ ഒരു പ്രതിനിധി ചെയ്ത ഒരു പടം എന്ന് വെച്ചാൽ. പുള്ളിക്ക് സിനിമാ മേഖലയായിട്ട് വലിയ ബന്ധങ്ങളില്ല, സിനിമാക്കാരായിട്ട് ബന്ധങ്ങളില്ല,
സാധാരണക്കാരൻ. അവൻ വിചാരിച്ചാലും അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു സിനിമ ചെയ്യാൻ പറ്റും എന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. അതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പേര് വെച്ചേക്കണേ. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സിനിമയുടെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അവരെ തിരഞ്ഞെടുക്കാൻ? തിരഞ്ഞെടുത്തതെല്ലാം നമ്മുടെ കഥാപാത്രങ്ങൾക്ക് യോജിച്ച ആൾക്കാരെ. അപ്പൊ അതിപ്പോ സ്റ്റാറോ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. എന്നുവെച്ചാൽ വലിയ സ്റ്റാറുകളൊന്നും ഇല്ല, ചെറിയ അതല്ല പറയുന്നത്. അതെ അതെ. അപ്പൊ അവര് നമ്മുടെ കഥാപാത്രങ്ങൾക്ക് യോജിച്ച ആൾക്കാരാണ് അവര്. അപ്പൊ അതുകൊണ്ട് അവരെ സെലക്ട് ചെയ്ത്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരുപാട് പുതുമുഖങ്ങളും ഉണ്ട്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സും ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ശിവജി ഗുരുവായൂര്, കുഞ്ഞികൃഷ്ണൻ മാഷ്, നമ്മുടെ എന്നാത്തൻ്റെ യേസുടുക ജഡ്ജി, പിന്നെ നാസർക്ക, ഹരികൃഷ്ണൻ, മാനസ, കവിത, പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ അലക്സ് പോളില്ലേ, പഴയ മ്യൂസിക് ഡയറക്ടർ എന്ന് വെച്ചാൽ ക്ലാസ്മേറ്റ്സ് ഒക്കെ ചെയ്യണം. അദ്ദേഹമാണ് നമുക്ക് മ്യൂസിക് ചെയ്ത് തന്നെ. അദ്ദേഹം ഇന്ന് വരേണ്ടതായിരുന്നു, പക്ഷെ പുള്ളി ഇപ്പോൾ ഗോവയില വേറെ എന്തോ ഒരു വർക്കായിട്ട് പുള്ളി ഗോവയിൽ സ്ട്രക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി ഇന്ന് വരാൻ. പുള്ളിയുടെ ഒരു റീ എൻട്രിയാണ്. എന്ന് വെച്ചാൽ നല്ല സുന്ദരമായ 2-3 പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഓഡിയൻസിനും മനസ്സിലാവും ഇത് എന്താണ് സാധനം. അപ്പോൾ ഓഡിയൻസിനെ നിരാശരാക്കൂല. ഈ സിനിമയുടെ ജേണർ എങ്ങനെയാണ്? റൊമാൻറ്റിക് ആണോ? റൊമാൻസും സെന്റിമെന്റ്സും പൊളിറ്റിക്സും എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട് ഇതില്. രാഷ്ട്രീയം നമ്മൾ ചില നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയുന്നത്. അതെ അതെ അതെ. വഴിപോക്കൻ എന്ന് വെച്ചാൽ സാധാരണക്കാരൻ കാണുന്ന കാര്യം അവൻ പറയുന്നു. അവന് അതിനെ കുറിച്ച് രാഷ്ട്രീയത്തിന്റെ അതിന്റെ ഉള്ളുകളിലെ കുറിച്ചൊന്നും അവൻ അറിയില്ല. പക്ഷെ അവന്റെ ആംഗിളിൽ അവൻ എന്ത് പറയുന്നു അത് അവൻ പറയുക. അപ്പൊ അത് സിനിമയിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമ എന്ന് വെച്ചാൽ അത് 100% ചിലപ്പോൾ സത്യമാണെന്നൊന്നുമില്ല എന്ന് വെച്ചാൽ, പക്ഷെ അവന്റെ പോയിന്റ് ഓഫ് വ്യൂവില് അവന് തോന്നുന്നത് ഇതാണ് കാര്യം എന്ന് തോന്നുന്നത് അവൻ അതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് കാണികൾക്ക് മനസ്സിലാവും. കാണികൾ നമ്മളോട് കൂടെ നിൽക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് വഴിപോക്കനാണ് ഡയറക്ടർ എന്ന രീതിയിൽ കൊടുത്തിരുന്നത്. അതിന്റെ വഴിയിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ക്രിറ്റിസിസം ഒക്കെ എങ്ങനെയാണ്? അല്ല, അതെന്ന് വെച്ചാൽ ഇപ്പം എന്ത് കേസിനാണേലും ചിലർ നല്ലത് പറയും, ചിലർ ചീത്ത പറയും. പക്ഷേ ഈ നെഗറ്റീവ് ക്രിറ്റിസിസവും എല്ലാം നമ്മുടെ സിനിമ റിലീസായി കഴിയുമ്പോഴത്തേക്കും ഈ നെഗറ്റീവ് പറഞ്ഞവരെല്ലാം നമ്മുടെ സിനിമയുടെ കൂടെ നിൽക്കും, നമുക്ക് ഉറപ്പുണ്ട്. എന്ന് വെച്ചാൽ അതിന് പറ്റിയൊരു കണ്ടന്റ് ആ സിനിമയിലുണ്ട്. എന്ന് വെച്ചാൽ ഈ സിനിമ കണ്ട് ഇറങ്ങുന്നവന് ഒരു അര ദിവസമെങ്കിലും നമ്മുടെ സിനിമ ഡിസ്റ്റർബ് ചെയ്യും ഏതെങ്കിലും രീതിയിൽ. അതിനുള്ള കണ്ടന്റ് ഇതിലുണ്ട്. അപ്പം അവൻ ഇന്നിപ്പോൾ ചീത്ത വിളിക്കുന്നവർ നാളെ പോസിറ്റീവ് പറയുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനൊന്നും പ്രതികരിക്കാതെ. ക്രൂ എന്ന് വെച്ചാൽ ഇപ്പം വലിയ ആൾക്കാരൊന്നുമില്ല, എല്ലാവരും തന്നെ ചെറിയ ആൾക്കാരാണ്. DOP എന്ന് വെച്ചാൽ പുള്ളിയുടെ പേര് സെൽവരാജ് ആറുമുഖൻ. പുള്ളി ഒരു 3-4 സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും തന്നെ നമ്മളിപ്പോൾ ഈ സിനിമയിലെ ആളെ എടുത്തെന്ന് വെച്ചാൽ ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഒന്നുമില്ല, ചെറിയൊരു ബഡ്ജറ്റാണ്. നമ്മൾ വലിയ പൈസക്കാരനൊന്നുമല്ല. നമ്മളൊരു ആഗ്രഹം പാഷൻ്റെ പുറത്ത് ചെയ്യണം. അവിടെ നിന്നൊക്കെ പൈസ മറിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെ കളിച്ചാലും 1 കോടിയിൽ കുറഞ്ഞ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനിപ്പോ ഒരു ക്വാളിറ്റിയുള്ള കണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം മ്യൂസിക് വേണം, ക്യാമറയൊക്കെ നല്ലതായിരിക്കണം. എന്ന് വെച്ചാൽ ഓഡിയൻസ് ആൾക്കാരെ കാണാൻ പറ്റുന്നത് നമ്മുടെ സിനിമയുടെ കൂടെ ക്വാളിറ്റിയും കൂടെ വേണം. നമ്മൾ കഥ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, കാണുന്നവനും ഒരു സുഖം വേണം. അവന് 150 രൂപ വെച്ച് എടുത്ത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുമ്പോഴത്തേക്ക് അവൻ ആ 150 രൂപ കൊടുത്തതിൻ്റെ ഒരു ഫലം അവന് ഇല്ലെങ്കിൽ അവൻ ഇറങ്ങിയിട്ട് നമ്മളെ ചീത്ത വിളിക്കും. അപ്പൊ അത് കണ്ടിട്ട് അവൻ സന്തോഷമായിട്ട് പോവാണെങ്കിൽ അവൻ തന്നെ പ്രൊമോട്ട് ചെയ്തോളും. എടാ ഇത് വലിയ കുഴപ്പമില്ല, അത് നല്ലതാണ്. അപ്പൊ ആ ഒരു ആംഗിളിലാണ് നമ്മൾ പടം പിടിച്ചേക്കണേ. അപ്പൊ അതിന്റെ ക്വാളിറ്റി സൈഡ് ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ആർട്ടിസ്റ്റുകൾ വലിയ ഹെവി ആർട്ടിസ്റ്റുകൾ ഇല്ല എന്നുള്ള ഒരു പോരായ്മ അല്ലാതെ പടത്തിന് യാതൊരു പോരായ്മയില്ല. അല്ല അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളാണ്, വലിയ ഹെവി ആർട്ടിസ്റ്റ്. ഇപ്പോൾ ബിഗ് ബഡ്ജറ്റ് പടമോ ബിഗ് ബാനറോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം. എന്നുവെച്ചാൽ ഒരു സാധാരണക്കാരൻ്റെ പടം അവൻ സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ ആണ് അത് അവതരിപ്പിച്ചേക്കണേ. അപ്പൊ ഈ വഴിപോക്കൻ ആരാണെന്നുള്ള കാര്യം സിനിമയ്ക്ക് ശേഷം ഈ ഓഡിയൻസ് തന്നെ അന്വേഷിക്കും ഇതാരാ പുള്ളി കാണാനുള്ള ഒരു ആകാംക്ഷ വരും. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ നമ്മൾ ചെയ്തേക്കാം. ലൊക്കേഷൻ നമ്മൾ കോഴിക്കോട് ഏരിയയിൽ വെച്ചായിരുന്നു ഇത് ഷൂട്ട് നടന്നത്. കോഴിക്കോട് കുന്നമംഗലം, മാവൂർ, പിന്നെ കാപ്പാട് ബീച്ച്, അങ്ങനെ ചാത്തമംഗലം, ചെറിയൊരു നാട്ടിൻപുറ അവിടെ വെച്ചായിരുന്നു ഇതിൻ്റെ ഷൂട്ട്. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പേഴ്സണൽ ബന്ധങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറേ ലൊക്കേഷനൊക്കെ വലിയ എക്സ്പെൻസ് ഇല്ലാണ്ടൊക്കെ കിട്ടി. പിന്നെ കുറേ അവിടെയൊക്കെ നല്ല ആൾക്കാരാണ്. ഇപ്പം അവരെല്ലാം വളരെ നല്ല രീതിയിൽ സഹായിച്ചു നമ്മളെ. എന്ന് വെച്ചാൽ
നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ചിലവ് കുറഞ്ഞ് ചെയ്യാൻ പറ്റി. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുതിയ പ്രൊഡ്യൂസർ ആകുമ്പോഴത്തേക്കും നമ്മൾ പൈസയും നോക്കുമല്ലോ. അപ്പോൾ അതിന് ചിലവ് കുറഞ്ഞ അവിടെ ഇപ്പോൾ എറണാകുളത്താണ് ഞാൻ എറണാകുളത്തിന് എല്ലാത്തിനും കോസ്റ്റില്ല, എല്ലാ കാര്യങ്ങൾക്കും കോസ്റ്റില്ല. പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ സിനിമയായിട്ടൊക്കെ ആൾക്കാർക്ക് ഭയങ്കര അല്പം കൂടി ഒരു ഇഷ്ടമുണ്ട്, അടുപ്പമുണ്ട്, ഇഷ്ടമുണ്ട്. അപ്പോൾ അവർ ചില കാര്യങ്ങളൊന്നും നമുക്ക് ഒരു പൈസ മുടക്കില്ലാണ്ട് തന്നെ സംഭവിക്കുന്നുണ്ട് അവിടെ. ചില ഇപ്പോൾ ഷൂട്ടിങ്ങിന് സമയത്ത് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഡബിങ്ങിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്വന്തം വീട്ടിൽ നിന്നൊക്കെ സാധനം എടുത്തുകൊണ്ട് വന്ന് തരും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ പടം തീർന്നത്. ഈ സിനിമ തുടങ്ങി അവസാനം റിലീസിന് എത്തിയിരിക്കുകയാണ്. ഇതുവരെ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരുന്നു? ചലഞ്ച് ഷൂട്ടിംഗ് സമയത്ത് അത്ര വലിയ ചലഞ്ചൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ അവസാന ഘട്ടത്തിലേക്ക് വന്നു. ഇപ്പം നമ്മൾ ആദ്യം ഒരു ദിവസം റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തായിരുന്നു നമ്മൾ പോകുന്നത്, ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു പോകുന്നത്. പക്ഷെ അവസാന ഘട്ടത്തിലേക്ക് പോയപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ വന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഫൈനൽ ഔട്ട് അടിച്ചതിൽ ഒരു ടെക്നിക്കൽ എറർ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ടൈമിൽ ഇത് റിലീസ് ചെയ്യാൻ പറ്റാണ്ട് വന്നു. അതുകൊണ്ടാണ് നമ്മൾ 9ലേക്ക് മാറ്റുന്നത്. നമ്മൾ 19 ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്, ഈ മാസം 19. അതനുസരിച്ചായിരുന്നു കാര്യങ്ങൾ നീക്കിക്കൊണ്ട് വരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചു. പിന്നെ സെൻസറിങ്ങിലും നമുക്കൊരു ചെറിയ ഒരു കമൻറ്റ് വന്നു. കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാണിംഗ് ഇട്ടത് ശരിയായില്ല. ഇട്ടുപോലെ പുകയില ഉപയോഗിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വാണിംഗ് ഇട്ടത് വേറെ ഒരു ഇതായിപ്പോയി. അപ്പം അങ്ങനെ ചെറിയ കമൻറ്റാണ്, എന്നാലും അതിന് ടൈം എടുത്ത് അത് റെക്ടിഫൈ ചെയ്യാൻ. അപ്പം അതുകൊണ്ടാണ് അത് 19. അത് അല്ലാണ്ട് ഒരു വലിയൊരു പ്രശ്നങ്ങളൊന്നും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നില്ല. എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ. പിന്നെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് കവർ ചെയ്ത് പോകാൻ പറ്റി. നമുക്ക് ഇപ്പോൾ നമ്മുടെ കഴിവൊന്നുമല്ല, അദ്ദേഹം നമ്മൾ നല്ല രീതിയിൽ സഹായിച്ചു ഈ ത്രൂ ഔട്ട്. ഇപ്പം ഈ പോയിന്റ് വരെ പുള്ളി നമ്മുടെ കൂടെ ഉണ്ട്, അതിനുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നന്നായി പോകുന്നു, എല്ലാം നന്നായിട്ട് പോകുന്നു. ഇപ്പൊ ഈ നമ്മുടെ നിലവിലൊരു ട്രെൻഡ് ഉണ്ടല്ലോ, മലയാള സിനിമയിലൊരു ട്രെൻഡ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കും എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ട്രെൻഡിനനുസരിച്ച് ഓടുന്ന ഒരു സിനിമയല്ല, ഇത് ഒഴുക്കിനെതിരെ ഓടുന്ന ഒരു സിനിമ. ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരൻ്റെ വ്യൂ പോയിന്റില്ല. അപ്പം ഒരു അടിച്ചുപൊളി പടമൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. ഒരു റിയാലിറ്റി ആയിട്ട് യാഥാർത്ഥ്യമായിട്ട് കൂടുതൽ നീതി പുലർത്തുന്ന ഒരു പടം. നമ്മുടെ ലോഹിതദാസ് സാറ്, സിബി മലയാൽ സാറ്, അപ്പം അവരൊക്കെ ഒരു ഫോളോ ചെയ്യണ ഒരു പാറ്റേണിലുള്ള ഒരു സംഭവമായത്. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ വഴിയില്ല. കൊമേഴ്ഷ്യൽ സക്സസിന് വേണ്ടിയിട്ട് സിനിമയുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഇല്ലാതായി തോന്നുന്നു. അതൊന്നും പറയാൻ നമ്മൾ ആളല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു സാധാരണക്കാരനാണ്. നമ്മുടെ സിനിമ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എങ്ങനെയാണ്? ഇപ്പൊ ഡയറക്ടറോട് പറഞ്ഞോ ഇത് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഡയറക്ടർ ആശയം ഉണ്ടാവുമല്ലോ ജനങ്ങളോട് പങ്കുവെക്കുന്നത്. പ്രൊഡ്യൂസറിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരുന്നു സപ്പോർട്ടായിരുന്നു? അല്ല, ഞങ്ങള് ഒരു രണ്ടും ഒന്നിച്ചെടുക്കുന്ന ഒരു തീരുമാനങ്ങളായിരുന്നു എല്ലാ കാര്യങ്ങളും. ചില തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒത്തുപോകുന്ന ഒരു ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ആ തീരുമാനം പോകുന്നു. ഫുൾ ഫ്രീഡം എന്ന് വെച്ചാൽ ക്രിയേറ്റീവായിട്ട് നമുക്കറിയാലോ. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായാൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഒരു ഈഗോ പ്രശ്നങ്ങളൊന്നുമില്ല. സിനിമ എന്താണോ, സിനിമ എന്താകാൻ എന്ത് ചെയ്യണോ അതെല്ലാം ചെയ്യും. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 9 സിനിമ റിലീസാകാൻ പോവാണ്. സിനിമയ്ക്ക് ശേഷം നമ്മൾ ഡയറക്ടറിനെ നമുക്ക് കാണാൻ പറ്റുമോ? എങ്ങനെയാണ്? തീർച്ചയായും സിനിമയ്ക്ക് ശേഷം ഓഡിയൻസ് തന്നെ അന്വേഷിക്കും ഇതാരാ ഡയറക്ട് ചെയ്തതെന്ന്. ആര് എന്ന് വെച്ചാൽ ഇപ്പൊ താങ്കൾ വരും ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇപ്പൊ സിനിമ റിലീസ് ആയി കഴിയുമ്പോഴത്തേക്ക് ഓഡിയൻസ് തന്നെ അവർക്കൊരാകാംക്ഷ വരും, ഇതെന്താടോ ഇത്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വരും. അത് ആരാന്ന് വെച്ചാൽ ആള് വരും. അപ്പൊ ആൾക്കാരെ അന്വേഷിക്കും, നാട്ടുകാർ തന്നെ അന്വേഷിക്കും, സിനിമ കാണുന്ന കാണികൾ തന്നെ അന്വേഷിക്കും. ഇത് ആരാണിത് ഇതേപോലെ ഒരു സിനിമ ചെയ്തതെന്ന് അന്വേഷിക്കും. അതിനുവേണ്ടി അങ്ങനെ ഒന്നും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ എന്തായാലും സിനിമ റിലീസിന് ഒരുങ്ങാണ്. എന്താണ് അവസാനമായിട്ട് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? അപ്പൊ എല്ലാവരും പോയി കാണണം. നല്ല സിനിമയാണ്, നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഇപ്പോൾ വലിയ ബാനറോ വലിയ ആർട്ടിസ്റ്റുകളൊന്നുമില്ല, പക്ഷേ ക്ലാസ് സിനിമയാണ്. ഇനി ഇതിലെന്തെങ്കിലും പോരായ്മ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വിളിച്ചോ, എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് പോയി കണ്ടോ. നിങ്ങൾ മുടക്കിയ കാശിന് യാതൊരുവിധ നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കില്ല. ഫുൾ ഗ്യാരണ്ടി. ഇപ്പോൾ സാധാരണ ഇപ്പോൾ തട്ടെടുപ്പം പെടാമെന്നല്ല, അടിപൊളി പടമായിരിക്കും, നല്ല ഫീൽ ഉണ്ടായ പടമായിരിക്കും. നിങ്ങൾക്ക് സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ തോന്നൂല. തിയേറ്ററിൽ തന്നെ നിന്ന് കുറച്ച് കഴിഞ്ഞ് തിയേറ്ററുകാർ ഓടിച്ചു വിടുന്ന ഒരു കണ്ടീഷൻ വരും. അങ്ങനെ ഒരു ഫീലിൽ നിങ്ങൾ നിൽക്കും. അങ്ങനത്തെ ഒരു സിനിമയാണ്. ധൈര്യമായിട്ട് കയറിക്കും. എല്ലാവിധ ആശംസകളും.
അപ്പോൾ സിനിമ എന്തായാലും അങ്ങ് ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.